അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ ചെയ്യുന്ന ഒരു കുക്കിങ്ങിൻ്റെ വീഡിയോ അല്ല കേട്ടോ. അതിന് പകരം നമുക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ഡിസ്പോസിബിൾ കണ്ടെയ്നർ ഇല്ലേ, അത് ഉപയോഗിച്ചിട്ട് ഞാനൊരു ചെടിച്ചട്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. അതിനുവേണ്ടി ഇതുപോലത്തെ ത്രെഡ് എടുത്തിട്ടുണ്ട്, ജൂട്ട് ത്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ ഡിസ്പോസിബിൾ പാത്രം എടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് കളയണമല്ലോ ചെയ്യാറ്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി ചട്ടി തയ്യാറാക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് പ്ലാസ്റ്റിക് ചട്ടി നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഇതിനെ ഒന്നും കൂടി ഭംഗിയാക്കി എടുക്കുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വീട്ടിൽ തന്നെ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊന്ന് ആദ്യത്തെ ലെയറൊന്ന് ഗ്ലൂ ഗണ്ണ് വെച്ച് തേച്ച് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ അതങ്ങോട്ട് ചുറ്റാൻ എളുപ്പമായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ആ ഗ്ലൂ ഉണങ്ങുന്ന വരെ, നമ്മൾ സാധാ ഫെവി ഗ്ലൂ ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഗ്ലൂ ഉണങ്ങുന്ന വരെ നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ലെന്നുണ്ടെങ്കിൽ പിന്നീട് വീണ്ടും ചുറ്റുമ്പോൾ നമുക്ക് അത് പെട്ടെന്ന് വിട്ടുപോരും. അപ്പോൾ ഇതുപോലെ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുമ്പോൾ ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഗണ്ണിൻ്റെ തുമ്പ് ഇതുമ്പോൾ തട്ടാതെ നോക്കണം കേട്ടോ. പെട്ടെന്ന് ഉരുകി പോവും, നല്ല ചൂടുണ്ടാവുമല്ലോ. എന്നിട്ട് ഇതിനെ ഇപ്പോൾ ഫുള്ളൊന്ന് ഗ്ലൂ ഗണ്ണ് ചൊട്ടിച്ചതിന് ശേഷം നമുക്കിതുപോലെ ഫെവി ഗ്ലൂ വെച്ചിട്ട് തേച്ചിട്ട് നമുക്ക് ചുറ്റിയെടുക്കാം. അപ്പോൾ അത് ഉണങ്ങുന്ന അനുസരിച്ചിട്ട് ഒട്ടിയിരുന്നോളും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയർ ഒന്ന് ഒട്ടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇടയിലൊന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് നല്ല കറക്റ്റ് ടൈറ്റായിട്ട് ഇരുന്നിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് ഉണങ്ങുന്ന വരെ സമയം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ അടിയിൽ ഞാൻ ചുറ്റുന്നില്ല കേട്ടോ, അതിന് ഹോളിട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഹോളിട്ടിട്ടില്ല. നമുക്ക് ലാസ്റ്റ് ഇതൊന്ന് ഹോളിട്ട് കൊടുക്കണം. ആദ്യം ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനൊരുവിധം മുകളിൽ വരെ ഒന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ഗ്ലൂ ഒന്ന് തേച്ച് നമുക്കിതൊന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ ഒരു ത്രെഡ് ഭയങ്കര തിന്നായിട്ടുള്ളൊരു ജൂട്ട് ത്രെഡാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി മണ്ണുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ അത് കാരണം കൊണ്ട് ദേ ഇവിടെ വെച്ചിട്ട് നമുക്കിതൊന്ന് ഈ ഒരു മുകളിലെത്തുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഞാൻ നിർത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തിട്ട് ഇതൊന്ന് ഗ്ലൂ ഗണ്ണ് ചൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടൈറ്റായിട്ട് ഇരുന്നോളും. മറ്റേ ഗ്ലൂ ഉണങ്ങുന്ന അനുസരിച്ചിട്ട് നല്ല ടൈറ്റ് ആയിക്കോളും കേട്ടോ. എന്നിട്ട് നമുക്ക് ഞാൻ ഏറ്റവും അവസാനം ഒരു കോട്ടൻ്റെ ത്രെഡാണ് കേട്ടോ. ഇതുപോലെ കുറച്ച് വണ്ണുള്ളതാണ്. അത് ഞാൻ ഇതുപോലെ നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇതുപോലെ ജൂട്ട് ത്രെഡ് വാങ്ങിക്കുന്ന പോലെ തന്നെ വാങ്ങിക്കാൻ കിട്ടും. അത് ഞാൻ മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചിട്ട് ഇതുപോലെ ഒരു ലെയർ ഒന്ന് ചുറ്റിയിട്ട് പിന്നെ അതിൻ്റെ പാത്രത്തിൻ്റെ ഏറ്റവും അരികു ഭാഗമല്ലേ, ആ ഭാഗത്തേക്ക് ഒട്ടിക്കുന്നുണ്ട്. അങ്ങനെ നമുക്കൊരു 3 ലെയറായിട്ട് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. കണ്ട സൈഡിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒട്ടിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ചെറിയ നേരിയ ത്രെഡ് ആകുമ്പോൾ നമുക്കത് ഒട്ടിച്ചെടുക്കാൻ ആ സൈഡിൽ നിന്ന് അങ്ങനെ ഒട്ടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം കുറച്ച് വണ്ണുള്ള ത്രെഡ് ഇത് ഇവിടെ ഈ ഒരു മുകളിലായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വല്ല കയറോ അല്ലെന്നുണ്ടെങ്കിൽ ജൂട്ട് ത്രെഡിൻ്റെ തന്നെ കുറച്ച് വണ്ണുള്ളതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അല്ല ഇത് ഒട്ടിക്കുമ്പോൾ നമുക്ക് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് തന്നെ ഒട്ടിക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ടൈറ്റായി കിട്ടും. കണ്ട, എന്നിട്ട് നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു ഭാഗത്ത് തന്നെ എൻഡും അവസാനിപ്പിച്ചെടുക്കുക. കണ്ട, ആ ഒരു സ്റ്റാർട്ട് ചെയ്ത ഭാഗത്ത് തന്നെ അവസാനിപ്പിക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് പതുക്കുന്ന ചൂടോട് കൂടിയിട്ട് കൈ പൊള്ളുന്ന കാരണം കൊണ്ടാണ് ഞാൻ പതുക്കൊന്ന് കത്രികേൻ്റെ തുമ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തത്. ഇതുപോലെ നമുക്ക് ചുറ്റിയെടുക്കാം. നല്ല അടിപൊളി ഒരു പോട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മൂടിയാണ്. ഈ മൂടി നമുക്ക് അടിയിൽ വെക്കുന്ന ട്രേ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലുമായിട്ടും ഇതുപോലെ ഒന്ന് ത്രെഡ് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പാത്രം യൂസ് ചെയ്യാം. പക്ഷെ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുമ്പോൾ കുറച്ചൊരു ഭംഗി ഉണ്ടാവുമല്ലോ. പെട്ടെന്ന് തന്നെ ഒരാൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാവുകയില്ല ഈ ഡിസ്പോസിബിൾ പാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാവുകയില്ല. നമ്മൾ തന്നെ ചെയ്ത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഇതുപോലെ നമുക്ക് അടിയിലത്തെ ട്രേ വെക്കാൻ വേണ്ടിയിട്ടുള്ള മൂടിയില്ലേ, അത് ഇതുപോലെ ചുറ്റിയെടുക്കാം. കണ്ട, ഇതേപോലെ വെച്ച് നമുക്ക് ഒരു ചട്ടിയായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. അവസാനം നമുക്കിതൊന്ന് ഹോൾ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതുപോലെ ഒരു കയർ വെച്ചും ചുറ്റിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കയറുണ്ടെന്നുണ്ടെങ്കിൽ കയർ വെച്ചും ചുറ്റിയെടുക്കാം. കണ്ട, ഇതുപോലെ കയർ വെച്ചൊന്ന് ചുറ്റിയെടുക്കാം. അടിയിൽ നമുക്ക് ചുറ്റണമെന്നില്ല. അപ്പോൾ നമുക്കത് ഹോളൊക്കെ ഇട്ട് കൊടുക്കാനുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് അടിയിൽ ചുറ്റണമെന്നില്ല. ഇതുപോലെ അതിൻ്റെ മൂടിയും ട്രേ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ 3 പോട്ടും എൻ്റെ അടുത്ത് 3 പാത്രം ഉണ്ടായിരുന്നു. ആ 3ഉം ഞാൻ ഇതുപോലെ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 ഹോള് നമുക്കൊരു കമ്പി എന്തെങ്കിലും ചൂടാക്കിയിട്ട് കുത്തി കൊടുത്താൽ മതി. അപ്പം നല്ല ഹോളായിട്ട് കിട്ടും. എന്നിട്ട് ഇതുപോലെ ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 3 പാത്രം ഇതുപോലെ ചുറ്റി ചെടിയൊക്കെ വെച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കൊന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.